എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വമ്പൻ അപ്ഡേറ്റ് ആണ് ഈ നിമിഷത്തിൽ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ഏകദേശം 2 മണിയോടുകൂടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പത്രസമ്മേളനം വരുന്നു. ആ പത്രസമ്മേളനത്തിൽ പറയാണ്, രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് ബാധ്യതയാണ്. രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്ക് ഒരുപാട് നാണക്കേടുണ്ടാക്കി, അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ള ഒഫീഷ്യൽ ഒരു വാർത്തയാണ് പത്രപ്രവർത്തകർക്ക് സണ്ണി ജോസഫ് കൊടുത്തിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങളും സൃഷ്ടിക്കും. നമുക്കറിയാം, ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇലക്ഷൻ എന്ന് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് ഇപ്പോൾ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കോൺഗ്രസിന് കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റിയ സുവർണാവസരം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തോടു കൂടി എല്ലാം കളഞ്ഞു കുളിച്ചിരുന്നു. ഈ അതിജീവിത കൊടുത്ത പരാതിയിൽ തിരുവനന്തപുരം സെഷൻ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. പാർട്ടിക്ക് എന്താണ്, പാർട്ടി ഒന്നും മുന്നും പിന്നും നോക്കിയില്ല. അതായത് ഇനിയും ഈ സ്ഥാനത്തെ പേര് നടന്നു കഴിഞ്ഞാൽ 2026 നടക്കാൻ വന്ന നിയമസഭാ ഇലക്ഷനിൽ 50 സീറ്റ് പോലും തികച്ചു കിട്ടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, അത്തരത്തിലുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് KPCC നേതൃത്വം ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു. അതായത് ഈ പെണ്ണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴിയെ ഇനിയും ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ 50 സീറ്റല്ല 25 സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളൊരു ധാരണ അവർക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തെ ആരാണ് പുറത്താക്കിയത്? രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാൻ പ്രവർത്തിച്ചത് BJPയിൽ നിന്ന് അടുത്ത കാലത്ത് കോൺഗ്രസിലെത്തിയ സാക്ഷാൽ സന്ദീപ് വാര്യർ, ഏജന്റ് വാര്യർ എന്ന് പറയും. ഈ സന്ദീപ് വാര്യറാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് എന്നുള്ള വാർത്ത കേരളത്തിലെ സുഡാപ്പികളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഒരു മേഖലയിലും ഒരു സ്ഥാനത്തും പ്രതീക്ഷിക്കരുത് എന്നാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വാര്യർ ഏത് കോൺടെക്സ്റ്റിലാണ് കോൺഗ്രസ് വരുന്നത്? അതായത് പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്ന ഏകദേശം 4-5 ദിവസം മുന്നെയാണ് വാര്യർ BJP വിട്ടിട്ട് കോൺഗ്രസിലോട്ട് വരുന്നത്. വാര്യർ BJPയുടെ ഒരു പ്രൈം ഫേസ് ആയിരുന്നു. അത് ചാനൽ ചർച്ചയിലായിരുന്നു, എന്ത് വിഷയം പ്രതികരിക്കുന്നതിലായാലും സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലും ഒരു മുൻനിര പോരാളിയായിരുന്നു BJPയുടെ. പെട്ടെന്ന് അങ്ങനെ ഒരാൾ BJP വിട്ടിട്ട്, അത് BJP പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റാർ വാല്യൂയിൽ ഒരാൾ കോൺഗ്രസിലോട്ട് പോകണമെങ്കിൽ അത് എന്തൊക്കെയോ പല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ആരും മുഖവിലക്കെടുത്തില്ല. അത്തരം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾക്ക് ആരും മുഖവിലക്കെടുത്തിരുന്നില്ല. പക്ഷേ പൊടുന്നിനെ അത് എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട്, അതായത് വാര്യർ ഇപ്പോൾ ഈ CPMലോട്ട് പോകും എന്നാണ് ആ സമയത്ത്, ഈ പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വാര്യർ കോൺഗ്രസിലോട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, CPMലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് വാര്യറും ഒരു ബേസിക്കലി ഒരു കോഴിയാണ്. അപ്പോൾ അത്തരത്തിലൊരാൾ CPMലോട്ട് പോകാതെ കോൺഗ്രസിലോട്ട് പോകുന്നു. കോൺഗ്രസിൽ പോയ ഉടനെ തന്നെ വലിയ രീതിയിൽ എന്ന് വെച്ചാൽ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിലൊക്കെ വേർപ്പൊക്കെ തുടച്ച് കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് റോഡ് ഷോയുടെ ഇടയിൽ വായിലിങ്ങനെ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നു, വെള്ളം വെച്ച് കൊടുക്കുന്നു. വലിയ രീതിയിലുള്ള, പിന്നെ അതുമാത്രമല്ല PK ഫിറോസുമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുള്ള ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. നേരെ പാണക്കാട്ട് പോയിട്ട് വലിയ പ്രസ്താവനകൾ ഇറക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് PK കുഞ്ഞാലിക്കുട്ടി വലിയ മതേതരത്തിൻ്റെ വലിയ സിമ്പലാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും PK കുഞ്ഞാലിക്കുട്ടി കണ്ട് പഠിക്കണമെന്ന് വരെ വാര്യർ തട്ടുവിട്ടു. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? അത് പാണക്കാട് കുടുംബം ഇല്ലെങ്കിൽ കേരളം എന്നെ തൊലഞ്ഞു പോയേനെ എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ. ആ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഈ സോഷ്യൽ മീഡിയ ഇൻ്റലക്ച്വൽസ് ഉണ്ട്. അവരൊക്കെ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ BJP വിട്ടിട്ട് ഇങ്ങനെ സ്വന്തം പ്രത്യയശാസ്ത്രം വിട്ടിട്ട് വേറെ പ്രത്യയശാസ്ത്രത്തിൽ പോയിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ പറയുന്നതിൽ തന്നെ എന്തോ അപാകതയുണ്ട്. അന്ന് തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻ്റലക്ച്വൽസൊക്കെ, അത് ശ്രീജിത്ത് പണിക്കരെ പോലെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമായി, അത് അച്ചട്ടയായി, അതായത് കോൺഗ്രസിൽ കയറിയിട്ട് കോൺഗ്രസിൻ്റെ എല്ലാ വിവരങ്ങളും തോണ്ടിയിട്ട് BJPക്കും എന്താ പറയുക, ഇവിടുത്തെ പോലീസിനും കോൺഗ്രസിനെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് കയറി ട്രോജൻ കുതിരയാണ് എന്ന് ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി എല്ലാവിധ പണികളും നടത്തിയത്, അതായത് രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലൊക്കെ ആയിട്ട് ചേർന്ന് നിന്നിട്ട് അവരുടെ എല്ലാവിധ രഹസ്യങ്ങളും ചോർത്തിയിട്ട് പിണറായി പോലീസിനും BJPക്കൊക്കെ ചോർത്തി കൊടുത്തത് ഈ സാക്ഷാൽ എന്താ പറയണ്ടേ ഈ ഏജന്റ് വാര്യരാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കോടതിയിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരുപാട് ആൾക്കാർ പരാതിപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ ആ സമയത്ത് 2 ദിവസം മുന്നേ നമ്മുടെ പ്രിയങ്കരനായ K കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഏജന്റ് മിഷൻ അക്കംപ്ലിഷ്ഡ്
പോസ്റ്റ് വെൽഡൺ സന്ദീപ് ജി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ വന്നിട്ട് സന്ദീപ് വാര്യർ തന്നെ തൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി കമൻ്റ് ഇട്ടിരുന്നു. അതായത് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഒരുപാട് തലപ്പത്ത് നിന്നിരുന്ന ഒരാൾ ബി ജെ പിയിൽ എത്തിയപ്പോൾ ഒരു കസേര പോലും കിട്ടുന്നില്ല എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ പോസ്റ്റ് ഇടണമെങ്കിൽ അതിന് ഒരുപാട് ഏകദേശം 4000-ഓളം കമൻസുകളാണ് ആ സന്ദീപ് വാര്യരുടെ കമൻറ്റിന് മാത്രം കിട്ടിയിരിക്കുന്നത്. അതായത് കസേര കിട്ടാത്തതിൻ്റെ പേരിലാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ പോയെന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെ ഈ പത്മജിയുടെ അടിയിൽ വന്നിട്ട് ഇത്തരത്തിൽ കസേരയെ ചൊല്ലി ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാം കൂടെ വ്യക്തമാണ്. സന്ദീപ് വാര്യറാണ് ഈ രാഹുൽ മാങ്കുട്ടിൽ ഷാഫി പറമ്പിലിനൊക്കെ വല്ലാത്ത രീതിയിൽ കുടുക്കിയിരിക്കുന്നത്. അതായത് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് ജോയിൻ ചെയ്ത ഉടനെ തന്നെ എന്താ സംഭവിച്ചത്? നേരെ ദുബായിൽ പോകുന്നു. ദുബായിൽ പോയിട്ട് ലീഗിൻ്റെ ഒക്കെ ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവിടെ എന്താ പറയേണ്ടത്, ഒരുപാട് വേദിയിലൊക്കെ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ വലിയ താറടിക്കുന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഇയാൾ എന്താ ചെയ്തത്? അവിടെ ചെന്നിട്ട് ഇവരുടെ ഫണ്ട് എന്താണ് സോഴ്സ്, ഇവർ ആരൊക്കെയാണ് ബന്ധപ്പെടുന്നത്, അവിടെ ഓവർസീസ് ലീഗിൻ്റെ ആൾക്കാരൊക്കെ ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നത്, അവരുടെ ഫണ്ട് എന്താണെന്ന് കറക്റ്റ് എല്ലാം പഠിച്ചിട്ട് വന്ന് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ടേബിളിൽ എത്തിക്കാണും. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ഈ സന്ദീപ് വാര്യരെക്കുറിച്ച് ഏജൻറ്റ് വാര്യർ എന്നുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറയാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും പുറത്തുവിട്ടത് അന്വേഷണ ഏജൻസികൾക്കായാലും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കായാലും എല്ലാം ചോർത്തി കൊടുത്തത് ഈ വാര്യർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടും ഈ ഷാഫി പറമ്പിൽ എന്ന ഭാവി മുഖ്യമന്ത്രിയായിട്ട് കേരള എന്നുള്ള കോൺഗ്രസ് പാർട്ടി പോലും കണ്ടിരിക്കുന്ന അയാളുടെ ഇമേജ് മൊത്തത്തിൽ ഇടിക്കാൻ കാരണക്കാരൻ ഈ സന്ദീപ് വാര്യർ തന്നെയാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി, എവിടെ ചാപ്പിക്ക എവിടെയാണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദറായ ചാപ്പിക്ക എവിടെയാണെന്ന് എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദറായ ചാപ്പിക്കയെ വിളിക്കുക, അതായത് എല്ലാവിധ പെണ്ണുപിടിയും രാഹുൽ മാങ്കൂട്ടം നടത്തിയ എല്ലാവിധ പെണ്ണുപിടിക്കും കാരണക്കാരൻ അതിൻ്റെ ഒരു ഭാഗം പറ്റി എന്താ പറയുക ഉപയോഗിച്ചിരുന്നത് ഈ ചാപ്പിക്ക എന്ന് പറയുന്ന ഷാഫി പറമ്പിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മീഡിയക്കും മറ്റുള്ള എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ചോർത്തി കൊടുത്തത് സന്ദീപ് വാര്യർ ആണ് എന്നുള്ള വളരെ വ്യക്തമായ സൂചനകളാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. അതായത് ബി ജെ പിയുടെ ആ ഒരു സ്റ്റാർ വാലിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കോൺഗ്രസിലോട്ട് പോകുന്നു. അപ്പോൾ തന്നെ എല്ലാവരും സംശയിച്ചാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സംശയം ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. കോൺഗ്രസിലേക്ക് വിട്ടിരിക്കുന്ന ഒരു ട്രോജൻ കുതിരയാണ്, ബി ജെ പി പറഞ്ഞു വിട്ട ഒരു ട്രോജൻ കുതിരയാണ്. മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് പത്മജ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ, പത്മജയെ പോലുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ വ്യക്തമായ പല വിവരങ്ങൾ സ്വന്തം പക്കൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പത്മജ അത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത്. അതായത് ഒരു നാലാംകിട ഒരു രാഷ്ട്രീയക്കാരനെ തരത്തിൽ പ്രവർത്തിക്കുന്ന പറയുന്ന ഒരു വ്യക്തിയല്ല പത്മജ വേണുഗോപാൽ. അതായത് കരുണാകരൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചാണക്യനായ ഒരു വ്യക്തിയായിരുന്നു ഈ കെ കരുണാകരൻ. അത്തരത്തിലുള്ള ഒരാളുടെ മകൾ അത്തരത്തിൽ ഒരിക്കലും പെരുമാറില്ല. നമ്മൾക്കറിയാം, അവരുടെ ചരിത്രം പരിശോധിച്ചറിയാം, ഒരിക്കലും അങ്ങനെ പെരുമാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ വാര്യരെ കുറിച്ച് അങ്ങനെ പോസ്റ്റ് ഇടണമെങ്കിൽ വ്യക്തമായ വിവരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പത്മജ ഇപ്പോൾ ബി ജെ പിയിലാണെങ്കിലും കോൺഗ്രസ് ഒരുപാട് ആൾക്കാർ കോൺഗ്രസ് നടക്കുന്ന വിവരങ്ങൾ ഓരോ നിമിഷം അതേപടി ചോർത്തി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് പത്മജ വേണുഗോപാലിന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് പിന്നിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരൻ സന്ദീപ് വാര്യർ ആണ് എന്നാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ ഈ വാര്യരെ കുറിച്ചുള്ള ഇത്തരം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.